ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ക്യാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ക്യാരമൽ സോസൊക്കെ റെഡിയാക്കിയിട്ട് സേമിയ പായസം റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ അധികം ഇൻഗ്രീഡിയൻസോ അധികം ടൈമോ നമുക്കതിലേക്ക് ആവശ്യമായിട്ടില്ല. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ വലിയൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പായസമൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറേ മാറിപ്പോകും. അപ്പോൾ നെയ്യിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ കാഷ്യൂനട്ട് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കത് ആ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ ഞാനിപ്പോൾ സേമിയ പായസം റെഡിയാക്കി എടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള സേമിയ വെച്ചിട്ടുണ്ട്, റോസ്റ്റഡ് സേമിയ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സേമിയ ഒന്ന് സെപ്പറേറ്റ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വറുത്തെടുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പാനിലിട്ട് സേമിയ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ സേമിയ വറുത്തെടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റഡ് സേമിയ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈഡ് എടുക്കണം. അപ്പോൾ ഇതാ ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇനി അതൊന്ന് ലൈറ്റായിട്ടൊന്ന് അരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് നമുക്ക് അരിയിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കളർ നന്നായിട്ട് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ചിട്ടുണ്ടാവണേ. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കട്ട പിടിക്കും. അത് ടെൻഷൻ ആവണ്ട. കുറച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്തതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം സാധാ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഞാനിപ്പോൾ 500 ml ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പായസം റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, ഉപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇനിയിപ്പോൾ അത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ്റ്റഡ് സേമിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു കപ്പോളം സേമിയ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ സേമിയൊന്നും അധികം ടൈമൊന്നും വേണ്ടി വരില്ല. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അവർ ആ ഒരു ക്യാരമൽ സോസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാത്തവരാണെങ്കിൽ, കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ എല്ലാ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഓരോ പുതിയ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ സേമിയ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ സേമിയ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മുകളിലേക്ക് ഒന്ന് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സേമിയ വെന്തിട്ടുണ്ടാകുന്നത്. ഇനി സേമിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ കേട്ടോ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പായസമൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ രീതിയിൽ നമ്മൾ പാലിലൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ സേമിയ ഇട്ടിട്ടില്ല റെഡിയാക്കി എടുക്കുക. പക്ഷേ ഇതുപോലെ ഈ ഒരു രീതിയിൽ പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി നോക്ക്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അതിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു കളറുമാണ് കേട്ടോ ഈ ഒരു ക്യാരമൽ പായസം. കണ്ടല്ലോ, നമ്മുടെ സാധാ പായസം റെഡിയാക്കുമ്പോൾ നല്ല വൈറ്റ് കളറിലല്ലേ ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു ക്യാരമൽ സോസിൻ്റെ ഒക്കെ കളറും ആ ഒരു ഫ്ലേവറും മണമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്.
ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പായസം ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ആയും ചെയ്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്ത് ഓവർ തിക്കായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി പായസമൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു റെസിപ്പി നമുക്ക് തേങ്ങാപ്പാലിലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പാലിനെ വേണമെന്നില്ല, തേങ്ങാപ്പാലെടുത്തിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.